കഴിഞ്ഞ സമ്മേളനം വരെ എറണാകുളത്തെ CPIയുടെ അവസാന വാക്കായിരുന്നു പി രാജു. ജില്ലാ കമ്മിറ്റി കാനംപക്ഷം പിടിച്ചെടുത്തതോടെയാണ് രാജുവിന് പാർട്ടിക്ക് പുറത്തേക്ക് വഴി തുറന്നത്. ഒടുവിൽ ജില്ലാ സമ്മേളനത്തിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന റിപ്പോർട്ട് രാജുവിനെതിരെ ആയുധമായി. ജില്ലാ നേതൃത്വത്തിന് ഉചിതമായ നടപടിയെടുക്കാമെന്ന് സംസ്ഥാന നേതൃത്വം അറിയിച്ചതോടെ ജില്ലാ എക്സിക്യൂട്ടീവ് നടപടി തീരുമാനിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും പി രാജുവിനെ പുറത്താക്കി. തുടർന്ന് ജില്ലാ കൗൺസിലും ഇത് അംഗീകരിച്ചു. പാർട്ടി തീരുമാനത്തോട് വിയോജിച്ച പി രാജു ജില്ലാ കൗൺസിലിൽ പങ്കെടുക്കാതെ മടങ്ങി. പിന്നാലെ പാർട്ടി നേതൃത്വത്തിനെതിരെ പൊട്ടിത്തെറിച്ച് പി രാജു രംഗത്ത് വന്നു. കൃത്രിമ കണക്കുണ്ടാക്കിയാണ് നിലവിലെ ജില്ലാ നേതൃത്വം തനിക്കെതിരെ നടപടിയെടുത്തതെന്ന് രാജു മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. എറണാകുളം ജില്ലാ സെക്രട്ടറി KM ദിനകരനും മകനുമാണ് ഇതിന് പിന്നിലെന്നും രാജു തുറന്നടിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എറണാകുളം ജില്ലയിൽ നിലനിൽക്കുന്ന കടുത്ത വിഭാഗീയതയുടെ രക്തസാക്ഷിയാണ് ഞാനെന്ന്. ഒരു നയാ പൈസ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് അലവൻസ് മേടിക്കാതെ എൻ്റെ സ്വന്തം പോക്കറ്റിലെ അധ്വാനം കൊണ്ടുണ്ടാക്കുന്ന പൈസ കൊണ്ട് പ്രവർത്തിച്ചു വന്നിട്ടുള്ളതാണ്. എന്നെയാണ് ഇങ്ങനെ സമൂഹ മധ്യത്തിൽ ആക്ഷേപിക്കാനുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നീക്കമായി ഇറങ്ങിയിട്ടുള്ളത്. ദീർഘകാലം CPI എറണാകുളം ജില്ലാ സെക്രട്ടറിയായിരുന്ന പി രാജു കാനം വിരുദ്ധപക്ഷത്ത് ഉറച്ചു നിന്ന നേതാവാണ്. VD സതീശൻ പറവൂർ പിടിച്ചെടുക്കുന്നതിന് മുൻപ് 2 തവണ MLA ആയിരുന്നു. രാജുവിനൊപ്പം സതീശനെതിരെ കഴിഞ്ഞ തവണ നിയമസഭയിലേക്ക് മത്സരിച്ച MD നിക്സനെ മണ്ഡലം കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.